2023 അവസാനത്തെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് ഗെയിമുകളുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തത് ഹീറോ ഹണ്ടേഴ്സ്. ഈ ഗെയിം നമ്മൾ കളിക്കുന്ന സമയത്തും ഗെയിം ഓപ്പൺ ആക്കുന്ന സമയത്തും ഏതോ ഒരു ഗെയിമുമായിട്ട് ചെറിയൊരു സാമ്യത തോന്നും. അതായത് അപ്പെക്സ് ലെജൻഡുമായിട്ട്. അപ്പെക്സ് ലെജൻഡിൻ്റെ ക്യാരക്ടേഴ്സിനെ കോപ്പി അടിച്ച് ഇതിനകത്തോട്ട് വെച്ചിരിക്കുന്നത് പോലെയും അതിനകത്തുള്ള സൗണ്ട് അതേപോലെ കോപ്പി അടിച്ച് വെച്ചിരിക്കുന്നത് പോലെയും നമുക്ക് തോന്നാം. ബട്ട് ഗെയിം കൊള്ളാം. ഗെയിം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ഇതിനകത്ത് കളിക്കാനായിട്ട്. ഷൂട്ടിംഗ് ഗെയിമാണ്. ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ എയിം ചെയ്യേണ്ടത്. അപ്പോൾ അതെനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നി, ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ട് എയിം ചെയ്യുന്നത്. എന്നിട്ട് ഷൂട്ട് ചെയ്യേണ്ടത് റൈറ്റ് ഹാൻഡ് വെച്ചിട്ടും. പിന്നെ നമുക്ക് ഇതിനകത്ത് കുറേ എബിലിറ്റീസ് ഉണ്ട്. ഓരോ ക്യാരക്ടറിനും ഓരോ എബിലിറ്റീസ് ഉണ്ട്. ആ എബിലിറ്റീസൊക്കെ യൂസ് ചെയ്ത് നമ്മൾ കളിച്ച് എതിരാളികളായിട്ടുള്ള എനിമീസിനെ കൊല്ലുക. ഇങ്ങനെ കൊല്ലുന്ന സമയത്ത് ആദ്യത്തെ ഒരു 5 ലെവലൊക്കെ ഭയങ്കര സ്മൂത്തായിട്ട് പോകും. അതായത് നമുക്ക് എല്ലാവരും കൊല്ലാൻ പറ്റുന്നു. സൂപ്പർ സൂപ്പർ സൂപ്പർ. 6ാമത്തെ ലെവൽ തൊട്ട് നിങ്ങൾക്ക് പിന്നെ അനങ്ങാൻ പറ്റൂല. അതായത് എവിടെ നിന്നാണ് വെടി വരുന്നത്, എവിടെ നിന്നാണ് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. ഒരുപാട് എലമെൻറ്റ്സ് ഇതിനകത്തുണ്ട്. അതായത് നമുക്കൊരു ബാക്ക് പാക്ക് ഉണ്ട്. ആ ബാക്ക് പാക്കിൽ നിന്ന് ഇങ്ങനെ കുറേ ബോംബ് പോലത്തെ സാധനം പോയി ആളുടെ തലയിൽ വീഴും. അത് പിന്നെ പോയിസൺ നിറയാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. അങ്ങനെ കുറേ എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഒന്ന് കൺഫ്യൂസ് ആവാൻ ചാൻസ് ഉണ്ട്. ബട്ട് കിടിലൻ ഗെയിമാണ്, നല്ല ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഗെയിം. രണ്ടാമത്തത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഗെയിം മിനി ഗൺ വാരിയർ. ഇതെന്താണെന്ന് വെച്ചാൽ ഒരു ഹെലികോപ്റ്ററിൽ ഇരുന്നിട്ട് നമ്മൾ മറ്റേ മെഷീൻ ഗണ്ണ് വെച്ച് താഴെ നിൽക്കുന്നവരെയൊക്കെ വെടിവെക്കുക എന്നുള്ളതാണ് പരിപാടി. ഈ ഗെയിമിൻ്റെ ഗ്രാഫിക്സ് വളരെ സിമ്പിൾ ആയിട്ടുള്ള മിനിമൽ ആയിട്ടുള്ള ഗ്രാഫിക്സ് ആണ്. അതായത് അധികം ആർഭാടവും ഇല്ല, എന്നാൽ ഒട്ടും കുറവുമല്ല. ഭയങ്കരമായിട്ട് ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ പിക്സലേറ്റഡ് ഒന്നുമല്ല ഒരു എഡ്ജസും. ഭയങ്കര നന്നായിട്ട് അവർ ഡീറ്റെയിൽസ് ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഗെയിം. ഇപ്പോൾ ഞാനിത് കളിച്ച് നോക്കിയത് OnePlus 8-ലാണ്. ഈ ഒരു ഗെയിം സീരീസ് പകുതി കൂടുതൽ നമ്മൾ കളിച്ച് നോക്കുന്നത് OnePlus 8 പോലെയുള്ള ഒരു പഴയ ഡിവൈസിലാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് ഏത് ഡിവൈസ് ആണെങ്കിലും ഗെയിമുകളൊക്കെ സപ്പോർട്ട് ആവും എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഗെയിമിൻ്റെ അകത്ത് എന്താ ചെയ്യുന്നത് വെച്ചാൽ കുറേ ആളുകളെ കൊല്ലുക എന്നുള്ളതാണ്. ഇതിൻ്റെ അകത്തും ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ടാണ് നമ്മൾ എയിം ചെയ്യാനുള്ളത്. ആദ്യമൊക്കെ ഭയങ്കര എളുപ്പമായിട്ട് നമുക്ക് എല്ലാവരെയും കൊല്ലാൻ പറ്റും. പിന്നീടാവുമ്പോൾ ഈ റോക്കറ്റ് ലോഞ്ചേഴ്സും വെച്ചിട്ട് കുറേ എണ്ണം നിൽക്കും. ഈ റോക്കറ്റ് ലോഞ്ചേഴ്സ് കറക്റ്റായിട്ട് ഒന്ന് നമ്മുടെ ഹെലികോപ്റ്ററിൻ്റെ മണ്ടയ്ക്ക് വീഴുകയും ചെയ്യും. അപ്പോൾ പ്രിസൈസ് ആയിട്ടുള്ള എയിമാണ് ഇതിൻ്റെ സംഭവം. ഫണ്ണായിട്ട് കുറച്ച് സമയമൊക്കെ കളയണം. നിങ്ങൾക്ക് ലൈക്ക് ബോറടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കളിക്കാം. ചുമ്മാ കളിക്കണം, മൂഡ് വരപ്പോഴെല്ലാം കളിക്കണം. അടുത്ത് ഞാൻ കളിച്ചത് വെച്ചിട്ട് മൊബൈലിൽ എന്നെ ഏറ്റവും പേടിപ്പിച്ച ഒരു ഗെയിമാണ് ദ ബേബി ഇൻ യെല്ലോ. ഈ ഒരു ഗെയിം വളരെ സിമ്പിളാണ്. നമുക്കൊരു കൊച്ചിനെ ഒരു വീട്ടിനകത്ത് തന്നിട്ടുണ്ട്. നമ്മൾ ആ കൊച്ചിനെ നോക്കുന്ന ആളാണ്. സിമ്പിൾ കഴിഞ്ഞേ. ഈ കൊച്ച് ഭയങ്കര ക്യൂട്ടായിട്ടൊക്കെ തോന്നുമായിരിക്കും. നിങ്ങൾ അടുത്ത് പോകുന്ന സമയത്ത് അതിൻ്റെ കണ്ണ് കാണപ്പം ബ്രൂട്ടലാണ്. അതായത് ഒരു പഴുത്തളിഞ്ഞ കണ്ണ് പോലെ ഇരിക്കും. ഇത് ആക്ച്വലി ഒരു കേഴ്സ്ഡ് ആയിട്ടുള്ള കൊച്ചാണ്. അതൊരു പ്രേത കുഞ്ഞാണ്. ഈ കുഞ്ഞിന് കറക്റ്റായിട്ട് നമ്മൾ ഫുഡ് കൊടുക്കണം, കറക്റ്റായിട്ട് അതിൻ്റെ സ്നഗ്ഗി മാറ്റണം, കറക്റ്റായിട്ട് അതിനെ കുളിപ്പിക്കണം, കറക്റ്റായിട്ട് കിടത്തി ഉറക്കണം. അതും ബെഡ് സ്റ്റോറി വായിച്ച്, അതായത് കഥ വായിച്ച് തന്നെ കറക്റ്റായിട്ട് ഉറക്കിയില്ല എന്നുണ്ടെങ്കിൽ, ഇതൊക്കെ പ്രിസൈസ് ആയിട്ട് സമയത്തിന് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ കൊച്ച് പ്രേതമാവും, നമ്മളെ കൊല്ലും. അതായത് പ്രേതം ആവുന്ന രീതിയൊക്കെ ഭയങ്കര ബ്രൂട്ടലാണ്. എനിക്കിതിനകത്ത് ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് ഫീൽ ചെയ്തത് കൊച്ചിനെ ഉറക്കാനാണ്. ഗെയിമിൻ്റെ സൈഡിലായിട്ട് എഴുതിയിരിക്കും എന്തൊക്കെയാണ് ചെയ്യാനുള്ളതെന്ന്. ഓക്കെ, സ്നഗ്ഗി മാറ്റേണ്ട സമയത്ത് നേരെ ടോയ്ലറ്റിലേക്ക് പോവുക, ടോയ്ലറ്റിൽ പോയിട്ട് സ്നഗ്ഗി പുതിയത് എടുക്കുക. ഭയങ്കര ഒരു വിയേർഡായിട്ടുള്ള ഗെയിം. ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ എന്നിട്ട് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. പണ്ട് നമ്മളൊരു ഗെയിം കളിച്ചിട്ടുണ്ട്. അതായത് ഒരു ബൈക്ക് ഇങ്ങനെ നമ്മൾ പോർട്രേറ്റ് മോഡിലാണ് കളിച്ചിട്ടുണ്ടാവുക. അതായത് നമ്മൾ ഈ ട്രാഫിക്കിനിടയിൽ കൂടി ഞൊഴിഞ്ഞൊക്കെ പോകണം. ഏതെങ്കിലും വണ്ടിയിൽ പോയി ഇടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒന്നേന്ന് തുടങ്ങണം. അതിൻ്റെ ഒരു പ്രോ വേർഷൻ, അതും കാറിൽ. ഓട്ടോബാൻ നോ ലിമിറ്റ്സ് എന്നാണ് ഈ ഒരു ഗെയിമിൻ്റെ പേര്. ഗെയിമിൻ്റെ ഗ്രാഫിക്സും ബാക്കിയുള്ള പരിപാടികളെല്ലാം ഭയങ്കര കിടിലമാണ്, സൂപ്പറാണ്. ഗെയിം ഫിസിക്സും ഭയങ്കര സൂപ്പറാണ്. സൗണ്ട് ഭയങ്കര അടിപൊളിയാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് ഓരോ വ്യൂവിലാക്കാൻ പറ്റും. അതായത് ക്യാമറ ആംഗിൾ മാറ്റാൻ പറ്റും. ഈ ക്യാമറ ആംഗിൾ മാറ്റുന്നതിനനുസരിച്ച് നമുക്ക് സൗണ്ടിൻ്റെ വേരിയേഷനും കിട്ടും. അതായത് നല്ല രീതിക്ക് സൗണ്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഈ വളയ്ക്കുന്ന സമയത്തും നമ്മൾ ഇടത്തോട്ടും വലത്തോട്ടൊക്കെ വളയ്ക്കുന്ന സമയത്ത് പ്രിസൈസ് ആയിട്ടാണ് പോകുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ കുറച്ച് നീങ്ങുള്ളൂ. 2 വട്ടം തൊട്ട് കഴിഞ്ഞാൽ വീണ്ടും കുറച്ചുകൂടി നീങ്ങും. ഓട്ടോമാറ്റിക് ആയിട്ടാണ് ഈ ഒരു ഗെയിമിൻ്റെ അകത്ത് കാർ ആക്സിലറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ട്രാഫിക് വരുന്ന സമയത്ത് ഈ സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ബ്രേക്ക് പിടിക്കുന്നത് കൂടിക്കഴിഞ്ഞാൽ വണ്ടി അവിടെ നിന്ന് റിവേഴ്സ് പോകും. അപ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യാണ്. ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യുന്ന ഒരാൾക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് തന്നെ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യണം. അയാൾക്ക് ഞാൻ പേഴ്സണൽ മെസ്സേജ് ആയിട്ട് ഹാപ്പി ക്രിസ്മസ് പറയും. അടുത്തതാണ് ഏറ്റവും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള റേസിംഗ് ഗെയിം ഇപ്പോൾ ഇറങ്ങിയതിൽ, ഡ്രിഫ്റ്റ് മാക്സ് പ്രോ.
നല്ല സിമിലർ ആയിട്ടുള്ള പേരാണെന്നറിയാം. പക്ഷേ ഗെയിമിൻ്റെ ഗ്രാഫിക്സ് അന്യായ ഗ്രാഫിക്സും അന്യായ ഫിസിക്സും. അതായത് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു സർക്യൂട്ട് മൊത്തം നിങ്ങൾ ജസ്റ്റ് ഡ്രിഫ്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഡ്രിഫ്റ്റിംഗ് മെക്കാനിസം ഒക്കെ സൂപ്പറാണ്. വണ്ടി ഇതാ ഡ്രിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ വണ്ടിയുടെ ടയർ ഇങ്ങനെ കറങ്ങുന്ന ആനിമേഷനും ആ ഫിസിക്സും എല്ലാം സൂപ്പറായിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എസ്പെഷ്യലി ഡ്രിഫ്റ്റ് ചെയ്യുന്ന സമയത്തുള്ള സൗണ്ടും എത്രത്തോളം റെസ്പോൺസീവ് ആണെന്നുള്ളത്. നമ്മളിപ്പോൾ ഹാൻഡ് ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് ഹാൻഡ് ബ്രേക്ക് പക്കയായിട്ട് നമുക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമ്മുടെ കാർ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. എത്ര വേണോ നമുക്ക് പൈസ ഉണ്ടാക്കിയതിന് ശേഷം പല രീതിയിൽ അപ്ഗ്രേഡ് ചെയ്യാം. ആസ്പാൾട്ട് കഴിഞ്ഞാൽ ഞാൻ സെക്കൻഡ് പൊസിഷനിലിടുന്ന ഡ്രിഫ്റ്റ് അല്ലെങ്കിൽ റേസിംഗ് ഗെയിം ഇത് തന്നെയായിരിക്കും. അന്യായ സാധനം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗെയിമുകൾ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് കരുതുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ അഡ്വാൻസ്ഡ്. അടുത്ത വീഡിയോ കാണാം. ബൈ.